പീപ്സ് വെൽക്കം ടു പാലക്കാടൻ വ്ലോഗ് പാർട്ട് 2. അപ്പം നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ഓഡിറ്റോറിയം എത്തിയത് വരെയല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയം എത്തി വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചു കഴിഞ്ഞ് കുറച്ചേരം റെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും അഞ്ജലിയുടെ ചെക്കൻ എത്തിയിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ നേരെ പോയി അവളായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഡാൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. കാരണം നമ്മൾ ഒരുമിച്ച് ഇതുവരെ പ്രാക്ടീസേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ സ്റ്റെപ്പ് മറന്നപ്പോഴും അവൾ സ്റ്റെപ്പ് മറന്നിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് രണ്ടുപേരും നേരെ സ്റ്റേജിലേക്ക് കയറി. പിന്നെ അവിടുത്തെ കുറച്ച് ആചാരങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നും നല്ല ഡിഫറൻസ് ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. രണ്ടുപേരും റിംഗ് എക്സ്ചേഞ്ച് ഒക്കെ ചെയ്തതിന് ശേഷം ഒരു കേക്ക് കട്ടിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതായിരുന്നു കേക്ക്. നല്ല വെറൈറ്റി ആയിട്ടില്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ഡാൻസ് ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ഈ 3 ഡാൻസും ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്യണം. പിന്നെ അവരും 2 സ്റ്റെപ്പൊക്കെ വെച്ചു. പിന്നെ ഫോട്ടോസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ ഫുഡിംഗ് പാർട്ടിലേക്ക് കയറി. അവിടെ വലിയ പപ്പടം കിട്ടും ഗൈസ്. പിന്നെ ഇതിലെ മിക്ക കറികളുടെ പേരും എനിക്കറിയില്ല. കാരണം ആലപ്പുഴയിലെ സദ്യയിൽ നിന്നും നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു ഇവിടുത്തെ സദ്യ. നിങ്ങൾക്ക് ഇതിനൊക്കെ പേരറിയാമെങ്കിൽ കമന്റ് ചെയ്യണേ. അത് കഴിഞ്ഞ് സദ്യയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പായസം വന്നു. അതും 2 ഗ്ലാസ്സിലാണ് കേട്ടോ പായസം കിട്ടിയത്. നമുക്ക് ഇലയിലല്ലേ, അവിടെ ഗ്ലാസ്സിലാണ്. നമ്മൾ അഞ്ജലിയോടും ഫാമിലിയോടും ബായൊക്കെ പറഞ്ഞ് തിരിച്ച് റൂമിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ സ്റ്റേഷനിലേക്ക് പോയി. അവരൊക്കെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. 4:30 വരെ ഞാൻ പോസ്റ്റ് ആയിരുന്നു. കാരണം എന്റെ മണ്ടത്തരം കാരണം എനിക്കൊരു ട്രെയിൻ മിസ്സായി ഗൈസ്. ഇത് ഭാരതപ്പുഴയാണ് കേട്ടോ. ഉണങ്ങി വറ്റി വരണ്ടിരിപ്പുണ്ട്. പിന്നെ വെയില് അതെനിക്ക് സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ 4:30 ട്രെയിനിൽ നമ്മൾ നേരെ വീട്ടിലേക്ക്. അപ്പൊ ഓക്കെടാ, ബൈ, നെക്സ്റ്റ് വീഡിയോ കാണാം.